കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്. ഇങ്ങനെയുള്ളപ്പോൾ പകൽ സമയങ്ങളിൽ കുട്ടികളെ പലപ്പോഴും ഡേ കെയറുകളിലോ ബന്ധുവീടുകളിലോ ആണ് ഏൽപ്പിക്കുന്നത്. വൈകുന്നേരം തിരിച്ചെത്തുന്നതുവരെയും തങ്ങളുടെ പൊന്നോമനകൾ ഇവിടെ സുരക്ഷിതരാണെന്ന വിശ്വാസമാണ് മാതാപിതാക്കൾക്ക്. ഈ ഡേ കെയറുകളിൽ നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ സുരക്ഷിതരാണോ? തിരുവനന്തപുരം വെള്ളായണിയിലെ സ്വകാര്യ ഡേ കെയറിൽ നിന്ന് 2.5 വയസ്സുള്ള കുട്ടി 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് തനിച്ചു പോയ സംഭവം ആരുടെ വീഴ്ചയാണ്? എന്താണ് അന്ന് സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നാട്ടിൽ വിലസുന്ന കാലമാണ്. മറുവശത്ത് റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ. മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല. അതിനിടെയാണ് കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. തിരുവനന്തപുരം വെള്ളായണി കാക്കമൂലയിലെ സ്വകാര്യ ഡേ കെയറിൽ നിന്ന് 2.5 വയസ്സുകാരൻ ആരും അറിയാതെ വീട്ടിലേക്ക് പോയത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ആ കുരുന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രക്ഷിതാക്കളുടെ പരാതിയിൽ അധികൃതരുടെ അശ്രദ്ധയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ നേമം പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേമം കല്ലിയൂർ കാക്കാമൂല സ്വദേശികളായ സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത്താണ് കാക്കാമൂലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിൽ നിന്ന് തിങ്കളാഴ്ച വിജനമായ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തിയത്. സംഭവം അറിഞ്ഞ് ഞെട്ടിയെങ്കിലും മകൻ സുരക്ഷിതമായി വീട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ. അതേസമയം ഡേ കെയർ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകി. കരഞ്ഞും ഭീതിയോടെ ഓടിയും അങ്കിത് പോകുന്ന ദൃശ്യങ്ങൾ റോഡരികിലെ CCTVയിൽ നിന്ന് വീട്ടുകാർക്ക് ലഭിച്ചു. ഇതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി കടന്നുപോയതായാണ് കണ്ടത്. പിന്നീട് അങ്കിത് വീട്ടിലെത്തുന്നത് 2 മണി കഴിഞ്ഞും. സ്കൂളിൽ 3 ടീച്ചർമാരും 1 ആയയുമാണ് ഉണ്ടാകാറുള്ളത്. സംഭവ സമയത്ത് 3 ടീച്ചർമാരും സമീപത്ത് കല്യാണത്തിന് പോയിരുന്നതായാണ് വിവരം. അങ്കിത് വീട്ടിലെത്തിയ ശേഷം വീട്ടുകാർ സ്കൂളിൽ വിവരം അറിയിച്ചപ്പോഴാണ് കുട്ടി പോയ കാര്യം അധികൃതർ അറിയുന്നത്. ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും കൊച്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഗേറ്റ് പൂട്ടി സുരക്ഷിതമാക്കാത്തതിൽ പരാതി ഉയർന്നു. 30 കുട്ടികളാണ് സ്കൂളിൽ ഉള്ളത്. അമ്മ അർച്ചനയുടെ പരാതിയെ തുടർന്ന് നേമം പോലീസ് കേസെടുത്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും വിവരമറിയിച്ചു. ഉച്ചഭക്ഷണ സമയത്ത് കുട്ടികളെ പുറത്തിറക്കിയപ്പോൾ സംഭവിച്ചതാണെന്നും ആ സമയത്ത് കുട്ടികളെ നോക്കാൻ സ്കൂളിൽ 1 ജീവനക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ 4 അംഗ മലയാളി കുടുംബത്തിന്റെ കൂട്ടമരണം. കൊല്ലം സ്വദേശി ആനന്ദ് ഹെൻറി ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ജീവനൊടുക്കിയെന്ന് പോലീസ് പറയുമ്പോഴും അതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. വെടിയുതിർത്ത പിസ്റ്റൾ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നുവെന്നും ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടികളെ വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച സാമ്പത്തിക ശേഷിയുമൊക്കെയുള്ള ആനന്ദ് എന്തിനാണ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയത്? അതിനു പിന്നിൽ കുടുംബ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണമുണ്ടോ? കാലിഫോർണിയയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് ഹെൻറി, ഭാര്യ ആലീസ് പ്രിയങ്ക, ഇരട്ട കുട്ടികളായ നോഹ, നെയ്തൻ എന്നിവരുടെ മരണത്തിൽ അമേരിക്കയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത്ത് സ്വയം നിറയൊഴിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. കുളിമുറിയിലെ ബാത്ത് ടബിൽ വെച്ചാണ് ആനന്ദ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു. കുളിമുറിയിൽ നിന്ന് 9 mm പിസ്റ്റൾ കണ്ടെടുത്തതായും പോലീസ് വ്യക്തമാക്കുന്നു. ഈ പിസ്റ്റൾ മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് വിവരം. കുട്ടികളെ കൊലപ്പെടുത്തിയത് വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ ആണെന്നാണ് പ്രാഥമിക നിഗമനം. 6 വർഷം മുൻപാണ് ആനന്ദും ആലീസും കാലിഫോർണിയയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത്. 17 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം. 5 കിടപ്പുമുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ആനന്ദ്
സമീപകാലത്ത് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. ആലീസ് ഡാറ്റാ സയൻസ് മാനേജറായിരുന്നു. 2016 ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും വിവരങ്ങളുണ്ട്. അതേസമയം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കുടുംബ പ്രശ്നങ്ങളാകാം കൂട്ടമരണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മേലുദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആട്ടും തുപ്പും സഹിക്കണം. ബ്രിട്ടീഷ് ഭരണകാലത്തെയും രാജവാഴ്ചയെയും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ പോലീസുകാരുടെ അവസ്ഥ. 2018 പോലീസ് അടിമത്തത്തിന്റെ തെളിവായി പുറത്തുവന്ന വാർത്തയാണ് മുൻ DGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവം. അന്ന് IG ആയിരുന്ന സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധയെ സംരക്ഷിക്കാൻ ഉന്നത ഇടപെടൽ വരെ ഉണ്ടായി. കോൺസ്റ്റബിൾ ഗവാസ്കർക്കെതിരെ ജാതി അധിക്ഷേപമെന്ന നട്ടാൽ കുരുക്കാത്ത നുണക്കഥയും സൃഷ്ടിച്ചു. 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ആ കേസിൽ മുൻ പോലീസ് ഉന്നതന്റെ മകൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. രണ്ടായിരത്തി 2018 കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് ബറ്റാലിയൻ ADGP ആയിരുന്ന സുദേശ് കുമാറിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഭാര്യയും മകളും പ്രഭാത സവാരിക്ക് തിരുവനന്തപുരം കനകക്കുന്നിലെത്തിയപ്പോഴായിരുന്നു സംഭവം. സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധ തന്നെ അസഭ്യം പറഞ്ഞെന്നും എതിർത്തപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് കഴുത്തിന് പിന്നിൽ അടിച്ചെന്നുമാണ് ഡ്രൈവർ പരാതി നൽകിയത്. പരാതി നൽകി ഒരു പകൽ മുഴുവൻ ഒത്തുതീർപ്പ് ശ്രമം നടത്തി വിജയിക്കാതെ വന്നതോടെയാണ് പോലീസ് കേസെടുത്തത്. മർദ്ദനം, അസഭ്യം പറയൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പെൺകുട്ടിക്കെതിരെ ചുമത്തിയത്. തുടർന്ന് ഡ്രൈവർ ഗവാസ്കർ തന്നെ ഉപദ്രവിച്ചെന്ന് കാണിച്ച് സ്നിഗ്ധ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിലും പോലീസ് കേസെടുത്തു. തർക്കത്തെ തുടർന്ന് ഗവാസ്കറിന്റെയും സ്നിഗ്ധയുടെയും പരാതികൾ ക്രൈംബ്രാഞ്ചിന് സർക്കാർ കൈമാറി. ഇതേ തുടർന്ന് തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി ഗവാസ്കർ ആരോപിച്ചു. പെൺകുട്ടി ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോവുകയും ചെയ്തു. 2 വർഷം മുൻപ് അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് SP കുറ്റപത്രം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയെങ്കിലും കോടതിയിൽ സമർപ്പിച്ചിരുന്നില്ല. തുടർന്ന് ഗവാസ്കർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളത്തെ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷവും ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരലും മണം പിടിച്ചെറിഞ്ഞ ആലപ്പുഴ പോലീസ്. 9ഓളം ഗുണ്ടാ സംഘങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള വേദിയായിരുന്നു അത്. നിരവധി കൊലക്കേസുകളിലെ പ്രതികളും നാടിനെ വിറപ്പിക്കുന്ന ക്രിമിനലുകളും ഉൾപ്പെടെ 45 ഗുണ്ടകൾ ഒത്തുകൂടിയപ്പോൾ അവരെ കുടുക്കാൻ പോലീസ് നടത്തിയ നീക്കം അതിവിദഗ്ധമായിരുന്നു. ഗുണ്ടകളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച ആഘോഷം അവസാനിപ്പിച്ചത് പോലീസ് എത്തിയതോടെയാണ്. അറസ്റ്റിലായ 10 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിലും മൊബൈൽ ഫോണുകൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഓരോ പ്രമുഖ ഗ്യാങ്ങുകളിൽ നിന്നും ഒരാളെ ക്ഷണിക്കും. അയാൾ വരുമ്പോൾ ഒപ്പം 5 പേരെ കൂടെ കൂട്ടണം. അങ്ങനെയാണ് കായംകുളത്തെ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ 45 പേർ ഒത്തുകൂടിയത്. ഒത്തുചേരലിനൊപ്പം സംഘബലം പ്രകടമാക്കുക എന്ന ലക്ഷ്യം കൂടി കൂടിച്ചേരലിനുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. 30 ചതുരശ്ര അടി നീളമുള്ള ചുവപ്പ് പരവതാനി വിരിച്ചായിരുന്നു പിറന്നാൾ ആഘോഷം നടന്ന എരുവയിലെ വീട്ടിലേക്ക് ഓരോരുത്തർക്കും സ്വീകരണം. ഒത്തുചേരലിന് പിന്നിൽ ഗുണ്ടാ കൊട്ടേഷൻ ആക്രമണങ്ങളിൽ മുൻനിരയിലാണെന്ന് വരുത്തി തീർക്കുകയും ആവശ്യക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുമുള്ള ശ്രമവും ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എരുവയിൽ വന്നവരിൽ ഷാൻ വധക്കേസ് പ്രതി അതുലിനെ കൂടാതെ 2 കൊലക്കേസുകൾ പ്രതിയായ മാട്ടക്കണ്ണൻ, 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 22 കേസുകൾ പ്രതിയായ തക്കാളി ആഷിഖ്, 5 വധശ്രമമടക്കം 20 കേസുകളുള്ള വിഡോബ ഫൈസൽ എന്നിവരുമുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്ന പലർക്കും അത്തരം ഇടപെടൽ പോലും നടത്താനാകാത്ത വിധത്തിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശാനുസരണമുള്ള പോലീസ് നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. സ്കൂളുകളിലും കോളേജുകളിലും വാഹനങ്ങളുമായി എത്തിയ അഭ്യാസ പ്രകടനം നടത്തരുത് എന്ന് കർശന നിർദ്ദേശമുള്ളതാണ്. ഇങ്ങനെ നിയമമൊക്കെ ഉണ്ടെങ്കിലും ആഘോഷങ്ങൾക്ക് അകമ്പടിയായി വാഹനങ്ങൾ കൊണ്ടുവരുന്ന രീതി ഇപ്പോഴും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാണാം. ഇത് പലപ്പോഴും
പലരുടെയും ജീവനെടുക്കുന്ന ദുരന്തങ്ങൾക്ക് വരെയും കാരണമാകുന്നുണ്ട്. പാലക്കാട് തൃത്താലയിൽ സെന്റ് ഓഫ് ആഘോഷത്തിന് ആഡംബര വാഹനങ്ങളുമായി റോഡിലെ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം ഭീതി പടർത്തി. നാട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് വാഹനങ്ങൾ പിടിച്ചെടുത്ത് കേസെടുത്തു. തൃത്താല പരുതൂർ നാടപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആഘോഷത്തിലാണ് വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ റോഡ് ഷോ നടത്തിയത്. റോഡിൽ അലക്ഷ്യമായി വാഹനമോടിച്ചുള്ള റോഡ് ഷോ നാട്ടുകാരിൽ ഭീതി പടർത്തി. നാട്ടുകാർ പലതവണ താക്കീത് നൽകിയെങ്കിലും ഇത് വകവയ്ക്കാതെ അപകടകരമായി റോഡ് ഷോ തുടർന്നതോടെയാണ് നാട്ടുകാർ തൃത്താല പോലീസിൽ വിവരമറിയിച്ചത്. വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് വാഹനങ്ങൾ കൈയോടെ പിടിച്ചെടുത്തത്. 3 കാർ, 1 ജീപ്പ് എന്നിവയ്ക്ക് പുറമെ ബൈക്കുകളും പിടിച്ചെടുത്തു. വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിപ്പിച്ച ബോധവൽക്കരണവും നൽകി. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാഹനം മതിലിലിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താല CI BV വിമലിന്റെ നേതൃത്വത്തിൽ SI ശശികുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ ഷെൻഫീർ, സുരേഷ് ബാബു, സുജേഷ്, കമൽ, രതീഷ്, സജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ന്യൂസ് 18 തൃത്താല. കേരളത്തിലെ റോഡുകളിൽ കൂടുതലും അപകടം സൃഷ്ടിക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ്. ഇത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകാറുണ്ട്. മലപ്പുറത്ത് 2 ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം അപകടത്തിന് കാരണമായി. സംഭവത്തിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസ് ഡ്രൈവറായ മഞ്ചേരി സ്വദേശിയുടെ ലൈസൻസാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ 10:25-നാണ് കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് ആലിങ്ങലിൽ യാത്രക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയത്. ആ സമയത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ പുറകിൽ വന്ന ടോപ്പ് സ്റ്റാർ എന്ന സ്വകാര്യ ബസ് മനഃപൂർവ്വം മറികടന്ന് ഇടിപ്പിക്കുകയായിരുന്നു. പുല്ലാരയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു അത്. ആളെ കയറ്റാൻ നിർത്തിയിട്ട ബസ്സിലെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച ക്യാമറയിൽ അപകടം വരുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ RTO CVM ഷെരീഫ് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബസ് ഡ്രൈവറായ മഞ്ചേരി സ്വദേശിയുടെ ലൈസൻസാണ് RTO സസ്പെൻഡ് ചെയ്തത്. നിരത്തിലെ മത്സരയോട്ടങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ RTO CVM ഷെരീഫ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പട്ടാപ്പകൽ പോലും കൊള്ള സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണിവിടെ. എറണാകുളം മൂവാറ്റുപുഴയിൽ സ്വകാര്യ ബാങ്ക് മാനേജരെ ആക്രമിച്ച് കണ്ണിൽ മുളകുപൊടി വിതറി 26 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. ഇരുചക്ര വാഹനത്തിലെത്തിയ 2 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. മൂവാറ്റുപുഴ സ്വദേശി രാഹുലിനെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ തൃക്കാക്ഷേത്രത്തിന് സമീപം ഉച്ചയ്ക്കാണ് സംഭവം. വാഴപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കിലെ മാനേജരായ രാഹുലിനെയാണ് ആക്രമിച്ച് കണ്ണിൽ മുളകുപൊടി വിതറി 26 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. മറ്റൊരു ബാങ്കിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സ്വർണവുമായി ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. തൃക്കാക്ഷേത്രത്തിൽ നിന്നും ചില്ലറ പൈസ ശേഖരിക്കുന്നതിനായി പോകുമ്പോൾ പുറകെ എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. 2 അംഗ സംഘം രാഹുലിന്റെ മുൻപേ പോയി പിന്നീട് തിരികെ എത്തി സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടിയെടുത്തുവെന്നാണ് പരാതി. വണ്ടി പോയവർ കുറച്ച് പോകുന്നിട്ട് തിരിച്ചു വന്ന് മുളകൊടി എറിഞ്ഞത്. അപ്പം ഞാൻ വണ്ടി നിർത്തി ഹെൽമെറ്റ് മാറി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മുളക് വാരി ഇട്ടു. ഞാൻ അവിടെ തട്ടി വീഴുമ്പോഴത്തേനും എൻ്റെ പുറകിൽ നിന്ന് ബാഗ് പിടിച്ച് വലിച്ച്
കൊണ്ടുപോയി. സ്കൂട്ടറിലാണ് 2 അംഗ സംഘം എത്തിയതെന്നും ഹെൽമറ്റ് ധരിച്ചിരുന്നതായും രാഹുൽ പറഞ്ഞു. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ മൂവാറ്റുപുഴ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം. പട്ടാപ്പകലുണ്ടായ മോഷണം നാടിനെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നാട്ടുകാർ. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ വീട്ടുകാരുടെ ദയനീയ അവസ്ഥ. വെടിക്കെട്ട് കരാറുകാരുടെ അനാസ്ഥയ്ക്ക് ഇരകളാക്കേണ്ടി വന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നൂറുകണക്കിന് പേരാണ്. ഒരു വശത്ത് മജിസ്ട്രേറ്റ് അന്വേഷണം നടക്കുമ്പോൾ പോലീസും നടപടിയുമായി മുന്നോട്ടു പോകുന്നുണ്ട്. കേസിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 5 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. അതിനിടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകും. തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സബ് കളക്ടർ കെ മീര സ്ഥലം സന്ദർശിച്ചത്. സ്ഫോടനത്തിൽ തകർന്ന വീടുകൾ സന്ദർശിച്ച സബ് കളക്ടർ വീട്ടുകാരുമായി സംസാരിച്ചു. പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ കെ മീര അറിയിച്ചു. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ രേഖകളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയെന്ന കേസിൽ ഒളിവിൽ പോയ തെക്കുംപുറം കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഹിൽ പാലസ് പോലീസ് മൂന്നാറിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട ദുരന്തബാധിതർ നാളെ കോടതിയിൽ ഹർജി സമർപ്പിക്കും. 50ഓളം കുടുംബങ്ങളാണ് പ്രത്യേകം ഹർജി സമർപ്പിക്കുക. ന്യൂസ് 18 കൊച്ചി. കേരളം കണ്ട ഏറ്റവും മൃഗീയമായ കൊലപാതകങ്ങളിലൊന്നായിരുന്നു പാരമ്പര്യ വൈദ്യൻ മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിന്റെ വധക്കേസ്. ഒറ്റമൂലി രഹസ്യം അറിയാനായി തട്ടിക്കൊണ്ടുവന്ന ഷാബാസ് ഷെരീഫിനെ 1 വർഷത്തിലധികം തടവിൽ പാർപ്പിക്കുന്നു. പിന്നീട് കൊലപ്പെടുത്തി മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പുഴയിൽ തള്ളുന്നു. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഷൈബിൻ അഷ്റഫും സംഘങ്ങളും ചേർന്ന് നടപ്പാക്കിയ ക്രൂരമായ കൊലപാതകം. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചില്ലെങ്കിലും പ്രതികളെ കുടുക്കാൻ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് കോടതി. മാപ്പ് സാക്ഷിയാക്കിയ 7ാം പ്രതി തങ്ങളകത്ത് നൌഷാദിന്റെ കുറ്റസമ്മതമൊഴി മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രേഖപ്പെടുത്തി. പ്രതികളുടെ വിസ്താരം വരും ദിവസങ്ങളിലുണ്ടാകും. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ഇയാളുടെ കുറ്റസമ്മതമൊഴി കോടതി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഷൈബിൻ അഷ്റഫിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കപ്പെട്ട ഷാബാസ് ഷെരീഫിനെ കാവലിരുന്നത് നൌഷാദായിരുന്നു. കൊല നടത്തിയത് 1ാം പ്രതിയായതിനാൽ 7ാം പ്രതിക്കുമേൽ കൊലക്കുറ്റം ചാർത്തിയിരുന്നില്ല. എന്നാൽ മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ തള്ളുന്നതിനായി കൊണ്ടുപോയതിനും സഹായിയായി നിന്നത് നൌഷാദാണെന്നാണ് കണ്ടെത്തിയിരുന്നത്. നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം. മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുമരുന്നിന്റെ രഹസ്യമറിയാൻ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിനില്ല. എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവുകളും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാകും. മെയ് 10-നകം കേസിൽ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത്. ന്യൂസ് 18 മലപ്പുറം. രാത്രി സമയങ്ങളിൽ മോഷണവും കവർച്ചയും കൂടുതലും നടക്കുന്നത് പെട്രോൾ പമ്പുകളിലാണ്. മലപ്പുറം നടുവത്ത് ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിൽ ഓഫീസിന്റെ ചില്ല് തകർത്താണ് പണം കവർന്നത്.
1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. പെട്രോൾ പമ്പ് തുറക്കാൻ വന്ന ജീവനക്കാരനാണ് ഓഫീസിന്റെ ഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടത്. ഉടൻ തന്നെ മാനേജറെ വിവരമറിയിച്ചു. മാനേജർ CCTV പരിശോധിച്ചപ്പോൾ പുലർച്ചെ 3:30-നാണ് മോഷണം നടന്നതെന്ന് വ്യക്തമായി. മോഷ്ടാവ് മുഖം മുഴുവൻ മറച്ച് കയ്യുറ ധരിച്ച് ആയുധം ഉപയോഗിച്ച് ഓഫീസിന്റെ വലതുഭാഗത്തുള്ള ഗ്ലാസ് തകർത്ത് അകത്ത് പ്രവേശിക്കുന്നതും ലോക്കർ പൊളിച്ച് പണം മോഷ്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ക്യാഷ് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആദ്യം മുതലേ ഇല്ല. ഈ വ്യാപാരി വ്യവസായികളുടെ ഒരു ഹർത്താൽ ഉള്ളതുകൊണ്ട് ചില്ലറയുടെ ക്ഷാമം ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യാഷ് ഇവർക്ക് ചേഞ്ചിന് ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൈസ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 5:30 പമ്പ് തുറക്കാനായിട്ട് വന്ന് അവർ 5:25 ആയപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മെയിൻ ഗ്ലാസ് നമ്മൾ പൊട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. വണ്ടൂർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ DYSP ഷൈജു P. ലൂക്കോസ് സ്ഥലത്തെത്തിയിരുന്നു. മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വണ്ടൂർ പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ. തലസ്ഥാനത്തെ മോഷ്ടാക്കളുടെ ഇഷ്ടകേന്ദ്രമാണ് വർക്കല തൃപ്പൂരട്ടക്കാവ് ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിക്കാനല്ല അവർ എത്തുന്നത്, മോഷ്ടമാണ് ലക്ഷ്യം. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തിത്തുറന്നാണ് ഒടുവിൽ കവർച്ച നടന്നത്. 3 കാണിക്ക വഞ്ചികളിൽ നിന്നായി പണം കവർന്നു. അയിരൂർ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലും ഇതേ ക്ഷേത്രത്തിൽ കള്ളൻ കയറിയിരുന്നു. രാത്രി 12 മണിയോടെയാണ് വർക്കല തൃപ്പൂരട്ടക്കാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ഓടിളക്കി മോഷ്ടാവ് നാലമ്പലത്തിനുള്ളിൽ കടക്കുകയായിരുന്നു. ക്ഷേത്രസന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള 2 വഞ്ചികളും കുത്തിത്തുറന്ന് കവർച്ച നടത്തി. ചുറ്റമ്പലത്തിന് പുറത്തെ നാഗരുടെ മുന്നിലുള്ള വഞ്ചിയും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. ക്ഷേത്ര പൂജാരി രാവിലെ എത്തിയപ്പോഴാണ് കാണിക്ക വഞ്ചികൾ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരമറിയിച്ചു. അയിരൂർ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. നീളമുള്ള കമ്പി ഉപയോഗിച്ചാണ് ഓടിളക്കിയത്. കൊടുവാൾ ഉപയോഗിച്ച് വഞ്ചികൾ കുത്തിപ്പൊളിച്ചെന്നും പോലീസ് പറയുന്നു. 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ഒക്ടോബറിലും ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. കമ്പിപ്പാരയും വടിവാളുമായി ഉള്ളിൽ പ്രവേശിച്ച് കവർച്ച നടത്തിയ മോഷ്ടാവ് കൊല്ലം തങ്കശ്ശേരി ഇത്താക്കൽ നഗർ വീട്ടിൽ ജോയ് ഇപ്പോൾ ജയിലിലാണ്. വർക്കല. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട് തലപ്പുഴയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ തോർത്തിൽ കല്ലുകെട്ടി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ബന്ധുക്കളായ 2 പേർ അറസ്റ്റിൽ. സഹോദരങ്ങളായ വാളാട് കരിമ്പിൽത്തോട് വീട്ടിൽ സതീശൻ, സലീഷ് എന്നിവരെയാണ് തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള വിരോധമാണ് അക്രമത്തിന് കാരണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാരശ്ശേരി മരഞ്ചാട്ടി തേക്കുംകാട് കരിങ്കൽ ക്വാറിയിൽ കണ്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. തോട്ടക്കാട് കോളനിയിൽ ഇളംകുറ്റിപ്പറമ്പിൽ അനിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 40 അടിയോളം താഴ്ചയുള്ള ഗർത്തത്തിലേക്ക് അബദ്ധത്തിൽ വീണതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എറണാകുളം ചേരാനെല്ലൂരിൽ കഞ്ചാവ് കേസിൽ പിടികിട്ടാപ്പുള്ളി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ചേരാനെല്ലൂർ സ്വദേശികളായ പള്ളിപ്പറമ്പിൽ ബേബി, അജീഷ് എന്നിവരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2.25 കിലോ കഞ്ചാവുമായി കപ്രശ്ശേരി കൊല്ലംപറമ്പിൽ ഉണ്ണികൃഷ്ണനെ പിടികൂടിയ കേസിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണനും അജീഷും ചേർന്നായിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. കോതമംഗലം ചെറുവട്ടൂരിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിലെ 1-ാം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇരമല്ലൂർ പ്ലാത്തുംമുട്ടിൽ താഴം പാലത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അനന്തു ബി നായരെയാണ് റിമാൻഡ് ചെയ്തത്. 1.5 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്.
പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരായ ഒഡീഷക്കാരിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. കമ്പനിയിൽ തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. തിരുവല്ലം കസ്റ്റഡി മരണക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് വി നായർ, SI-മാരായ വിപിൻ പ്രകാശ്, സജിൻ കുമാർ, ഹോംഗാർഡ് വിനു എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. കുറ്റകരമല്ലാത്ത നരഹത്യാ വകുപ്പാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗെറ്റ് ടുഗദറുകളുടെ കാലമാണ്. SSLC-ക്കും കോളേജിലുമൊക്കെ ഒന്നിച്ചു പഠിച്ചവർ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചുകൂടി പഴയ ഓർമ്മകൾ പങ്കുവെക്കും. പാട്ടും നൃത്തവുമൊക്കെയായി ആഘോഷിക്കും. ഇത് കണ്ടപ്പോൾ ഗുണ്ടകൾക്കും തോന്നിക്കാണണം ഒന്ന് ഒത്തുകൂടിയാലോ എന്ന്. അങ്ങനെയായിരിക്കണം കായംകുളത്തെ ഗുണ്ടാ സംഘങ്ങളുടെ ഗെറ്റ് ടുഗദർ. പക്ഷേ പോലീസ് ആ ആഘോഷം അങ്ങ് പൊളിച്ചു. പോലീസിനെ കണ്ടപാടെ കുപ്രസിദ്ധ ഗുണ്ടകൾ പോലും 4 പാടെ ചിതറിയോടി. 10 പേരെ കയ്യോടെ പിടികൂടിയെങ്കിലും അവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചത് വലിയ അപകടം സൃഷ്ടിച്ചേക്കാം. ഇതുപോലുള്ള ഗുണ്ടകളുടെ ഒത്തുചേരൽ നാടിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.